RBOയുടെ പ്രതിനിധിയായി എത്തിച്ചേർന്നിട്ടുള്ള CM കംപ്ലയൻസ് ശ്രീ സന്തോഷ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ ജെസി മാഗസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വന്നോ. SBOയെ പ്രതിനിധിയായ ശ്രീ ശിവശങ്കരൻ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊടുക്കും. പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ വിനോദ് ദേവി സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. NCBയുടെ പ്രതിനിധിയായി ശ്രീ ധനുഷ് ബ്രാഞ്ചിൽ വന്നിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നേ ഉള്ളൂ. അദ്ദേഹം ആശംസ നേർന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കായി ഞാൻ കുമാരി ഗീതികയെ ക്ഷണിക്കുന്നു. താങ്ക് യു ഗീതിക. നമ്മുടെ ഗോകുമാർ സാറിന്റെ മകളാണ് ഗീതിക. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തോട് നാം വിട പറയുക എന്നത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സന്ദർഭമാണ്. എന്നാൽ ഔദ്യോഗിക തിരക്കിൽ നാം ഒരിക്കൽ മാറ്റിവെച്ച പല സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് വിരമിക്കൽ. ഓൾ അറൈവൽസ് ആർ ഡിപ്പാർച്ചേഴ്സ്. ഇപ്പോൾ സ്വാഗത പ്രസംഗത്തിനായി ഞാൻ ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ ജെസി മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Hari sir, Vijana madam, Santosh sir, Shivashankaran sir, Vinod Devi sir, my dear colleagues, friends. 36 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട ഹരിസാറിന് യാത്രയയപ്പ് നൽകാനാണ് നാം എല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. മാങ്കാവ് ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം മർജറിന് ശേഷം സ്റ്റാഫ് റിലേറ്റഡായി വളരെ ഞെരുങ്ങിയ സമയത്തിൽ ആയിരുന്നപ്പോൾ വളരെ ആകസ്മികമാണ് ഹരിസാർ സെപ്റ്റംബർ 2018 ഈ ബ്രാഞ്ച് ജോയിൻ ചെയ്തത്. എന്നാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സ്റ്റാഫിനോടും കസ്റ്റമേഴ്സിനോടും ഒരു വാം റിലേഷൻഷിപ്പ് നേടിയെടുക്കാൻ സാറിന് സാധിച്ചു. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സമയത്താണ് സാറ് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം ഈ 9 മാസത്തോളം വളരെ സന്തോഷമായി ചെലവിടുകയും ചെയ്തു. സാറിനും കുടുംബത്തിനും എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും മേലിലുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ നല്ല സായാഹ്നത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം.
ഹരിസാറിനെയും പ്രിയപ്പെട്ട സുജാത മാഡത്തിനെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ആർടിഒയുടെ പ്രതിനിധിയായി ശ്രീ സന്തോഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജന്മം കൊണ്ട് മാണ്ടാവുകാരനായ സാറിന് ഞങ്ങളുടെ ബ്രാഞ്ചിന്റെ എല്ലാ കാറ്റഗറിയിലും എന്നത് നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. സാറിനെ ഈ മാണ്ടാവിന്റെ പേരിൽ ഞങ്ങൾ സാധ്യമായി സ്വാഗതം. SBOയെ റെപ്രസെന്റ് ചെയ്ത് ശ്രീ ശിവശങ്കരൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം. പെൻഷൻ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് വിനോദ് ദേവി സാർ എത്തിയിട്ടുണ്ട്. സാറിനെയും ബ്രാഞ്ചിന്റെ പേരിൽ ഹാർദമായി ഹരിസാറിന്റെ കുടുംബാംഗങ്ങൾ, പോലീസ് തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ജെസി മാഡം, സവിത, അംബിഷ. ഹരിസാറിനെ പോലെ ഊർജ്ജസ്വലനായ ഒരാൾക്ക് റിട്ടയർമെന്റ് ഒന്നൊന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ റീട്രെയിൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. 3.5 പതിറ്റാണ്ടിലേറെ ബാങ്കിംഗ് സേവന രംഗത്ത് സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ ഹരിസാർ സഹപ്രവർത്തകരായ ഞങ്ങൾക്ക് എന്നും ഒരു നല്ല മാതൃകയാണ്. നൗ എ ബ്രീഫ് ബയോഗ്രഫി ഓഫ് അവർ ബിലവഡ് ഹരിപ്രസാദ് സാർ ബൈ അവർ ഡിയർ കൊളീഗ് ശ്രീമതി അനുഷ. നമ്മുടെ പ്രിയപ്പെട്ട ഹരിപ്രസാദ് സാറിന് സമുചിതമായ ഒരു യാത്രയയപ്പ് നൽകാൻ നാം ഒത്തുചേർന്നിരിക്കുന്നു. ഈ വേളയിൽ സാറിനെ കുറിച്ച് 2 വാക്ക് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിച്ചുകൊള്ളട്ടെ. ശ്രീ ഹരിപ്രസാദ് ഉപ്പാലയ്ക്കൽ 26/5/1959 ശ്രീമതി ലക്ഷ്മി തോണിപ്പുരയ്ക്കലിന്റെയും ശ്രീ കൃഷ്ണൻ ഉപ്പാലയ്ക്കലിന്റെയും മകനായി ജനിച്ചു. എലത്തൂർ CMC ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും സെന്റ് ജോസഫ് ദേവഗിരി കോളേജിൽ ബിരുദവും പൂർത്തിയാക്കിയ ശേഷം കാലിക്കറ്റ് ഗവൺമെന്റ് ലോ കോളേജിൽ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മഹത്തായ സ്ഥാപനമായ SBI 28/3/1983 കാഷ്യറായി CREC ബ്രാഞ്ചിൽ അദ്ദേഹത്തിന് നിയമനം ലഭിച്ചത്. പിന്നീട് 2009 ഓഫീസറായി പ്രൊമോഷൻ ലഭിച്ചു. 3.5 പതിറ്റാണ്ടിൽ ഏറെയുള്ള തന്റെ സർവീസ് ജീവിതത്തിനിടയിൽ REC, എലത്തൂർ, കാലിക്കറ്റ് മെയിൻ, പാളയം, കൊയിലാണ്ടി, മലാപ്പറമ്പ് തുടങ്ങിയ ശാഖകളിൽ ക്ലറിക്കൽ കാഡറിൽ, ചങ്ങനാശ്ശേരി, കണ്ണൂർ, കാലിക്കറ്റ് മെയിൻ, എരഞ്ഞിപ്പാലം ജംഗ്ഷൻ, തൊണ്ടയാട് എന്നിവിടങ്ങളിൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ചിൽ ഗവൺമെന്റ് സെക്ഷനിൽ നോട്ട് നിരോധന സമയത്ത് അദ്ദേഹത്തിന്റെ സേവനം സ്തുത്യർഹമായിരുന്നു. ഈ അവസരത്തിൽ അത് ഞാൻ ഓർക്കുന്നു. ഹരിസാറിന്റെ സഹധർമ്മിണി ശ്രീമതി സുജാത MA ലിറ്ററേച്ചർ ബിരുദധാരിയാണ്. നല്ലൊരു വീട്ടമ്മയായി സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിന് വിലപ്പെട്ട പിന്തുണ നൽകുന്നു. ഇവർക്ക് മിടുക്കന്മാരായ 2 പുത്രന്മാരാണുള്ളത്. ശ്രീ അർജുൻ പ്രസാദും ശ്രീ വിഷ്ണു പ്രസാദും. അർജുൻ പ്രസാദ് IT പ്രൊഫഷണലായി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മിസസ് അശ്വതി അർജുൻ പ്രസാദ് BTech ബിരുദധാരിയാണ്. വിഷ്ണു പ്രസാദ് തിരുവനന്തപുരം AGS ഓഫീസിൽ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറായി ജോലി ചെയ്യുന്നു. തൊണ്ടയാടുള്ള ഹരിസാറിന്റെ വസതിയിൽ ട്രോഫികളുടെയും സമ്മാനങ്ങളുടെയും ഒരു വൻ നിര തന്നെയുണ്ട്. നാഷണൽ ലെവൽ വരെ എത്തി നിൽക്കുന്ന മികച്ച ബാഡ്മിന്റൺ പ്ലേയേഴ്സ് ആണ് കുട്ടികൾ ഇരുവരും. ഒരു ഹോബി എന്നതിലുപരി സാറിന്റെയും ഒരു പാഷനാണ് ബാഡ്മിന്റൺ. ബാങ്ക് ഫെസ്റ്റുകളിൽ ഒരുപാട് സമ്മാനങ്ങൾ നേടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പതിവാണ്. സാറിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. തൽക്കാലം അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
താങ്ക് യു അനുഷ. താങ്ക് യു ഫോർ സച്ച് ബ്യൂട്ടിഫുൾ വേഴ്സസ്. ഇനി ഹരി സാറിനെ ആദരിക്കാനായി ബ്രാഞ്ചിലെ സീനിയർ മോസ്റ്റ് സ്റ്റാഫായ ശ്രീമതി ഗീതാബായിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. പൊന്നാട അണിയിക്കും. ബാങ്കിന്റെ ഉപഹാരം നൽകാനായി ബ്രാഞ്ച് മാനേജർ ശ്രീമതി ജെസി മാഡത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. This is SBI's gift to Hari sir for his 36 years of exemplary service. Thank you Geeta Bhai, thank you Jesse Madam. ഇനി ടീം SBI മാകാവിന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് നൽകാനായി ഡെപ്യൂട്ടി മാനേജർ ശ്രീമതി നീതു കൃഷ്ണനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു നീതു, താങ്ക്സ് എ ലോട്ട്. അനുഭവ സമ്പന്നരായ പലരും വിരമിക്കുന്നു എന്നത് ജൂനിയേഴ്സിന് ഒരു വെല്ലുവിളി തന്നെയാണ്. പലതരം പരാതികളുമായി എത്തുന്ന കസ്റ്റമേഴ്സിന് സന്തോഷത്തോടെ മടങ്ങുന്ന തരത്തിലുള്ള മികച്ച സേവനമാണ് ശ്രീ ഹരിസാർ നൽകി വന്നിരുന്നത്. നമ്മുടെ ബാങ്കിന്റെ ഉന്നത മൂല്യങ്ങളെ കുറിച്ച് കസ്റ്റമേഴ്സിനെ കൂടി ബോധവൽക്കരിക്കുക എന്ന ജോലി അദ്ദേഹം മനോഹരമായി ചെയ്തു വന്നു. അടുത്തതായി RBO പ്രതിനിധിയായി നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സന്തോഷ് സാറിനെ ആശംസകൾ നേരാൻ ഞാൻ ക്ഷണിച്ചു കൊടുക്കുന്നു. ശ്രീമതി ജെസി മാഡം, ഇന്നത്തെ യോഗത്തിന്റെ മുഖ്യാതിഥിയായ ശ്രീ ഹരിപ്രസാദ്, അദ്ദേഹത്തിന്റെ വൈഫ്, പിന്നെ ഡൽഹിയിലിരിക്കുന്ന വിനോദ് ഡേവിസ്, ശിവശങ്കർ, പിന്നെ ഇവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ബ്രാഞ്ചിലെ സ്റ്റാഫ്, ഹെഡ് സ്റ്റാഫ്, അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനെ, ഞാനിവിടെ ഈ ഫംഗ്ഷനിൽ സാധാരണ ഞാൻ എല്ലാ ഫംഗ്ഷനിലും പിന്നെ ഞങ്ങൾക്ക് ഈ മാസാവസാനം ആവുമ്പോഴേ കുറച്ച് ആൾക്കാർ റിട്ടയർ ചെയ്യാനുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു സ്ഥിരം തൊഴിലാണ് ഇങ്ങനെ വലിയ തരത്തിലുള്ള ആശംസകൾ നേരിടുന്നത്. അപ്പൊ ആക്ച്വലി എനിക്ക് ഇന്ന് ഇവിടെ ആയിരുന്നില്ല, എന്റെ കൊളീഗ് ഇന്ന് റിട്ടയർ ചെയ്യാണ്, ശ്രീ ജോർജ് ചാക്കോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫംഗ്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ ഇവിടെ വരാൻ കാരണം ഞാനും ഹരിപ്രസാദും ഒരുമിച്ച് 1988 മുതൽ എലത്തൂർ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തു. അന്ന് പിന്നെ ഹരിപ്രസാദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സ്വദേശം ആക്ച്വലി എലത്തൂർ തന്നെയാണ്. അപ്പൊ എലത്തൂർക്കാരനാണ്. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും അദ്ദേഹത്തിന്റെ അടുത്ത് വരും, അദ്ദേഹത്തോട് പിന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനെ സമീപിക്കും. അപ്പം വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അന്നും ഇന്നും. അപ്പൊ അന്ന് ഞാൻ ബാങ്കിൽ അവിടെ വരുന്ന സമയത്ത് ഇവരുടെ എല്ലാം കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. ഞാൻ ഒരു ബാച്ചിലറായിട്ടാണ് അവിടെ വരുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ മെയിൻ പരിപാടി എന്നെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല പെൺപിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ അഭിപ്രായം ചോദിക്കും, ഇതാണ്. പിന്നെ പുതിയ സ്റ്റാഫ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം അന്വേഷിച്ച് വെക്കും, എന്താണ് ആ കുട്ടീന്റെ കാസ്റ്റ്, എന്താണ്, എവിടെ വരുന്നത്, ഏതാണ് വരുന്നത്. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ ഇവരൊരു ബ്രോക്കർ പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് നമ്മുടെ പവിത്ര ഒരാളും കൂടി ഉണ്ട് അവിടെ ഇരിക്കുന്നത്. പിന്നെ മോഹൻ ഇവര് മൂന്ന് ത്രയങ്ങളാണ്. ഇവര് 3 പേര് എലത്തൂർക്കാർ തന്നെയാണ്. ഈ 3 പേരും കൂടിയാണ് എന്നെ കല്യാണം കഴിപ്പിക്കുക ദൗത്യമായിട്ട് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവരെ ഞാൻ ഒരു തരത്തിലും മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇതുകൊണ്ട് മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങളും ഞങ്ങൾ അന്ന് ഈ പറഞ്ഞ
ഇന്നത്തെ മാതിരി പിന്നെ ഹരിപ്രസാദിന്റെ ശരിക്കും പറയാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഈ ഫോട്ടോ ഇതിനകത്ത് നമ്മള് ഈ സൈറ്റേഷൻ കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നേ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ്. ഈ ഹരിപ്രസാദാണ് ഈ കാണുന്ന ഹരിപ്രസാദാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലേ? ഞാൻ അദ്ദേഹത്തെ ഈ രൂപത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഈ കാണുന്ന സമയത്തും ഏകദേശം ചെറുതായിട്ടൊക്കെ കാരണം ഞാൻ കാണുന്ന സമയം മുതൽ ഹരിപ്രസാദ് ഏകദേശം ഇങ്ങനത്തെ. അപ്പം ഞങ്ങളുടെ തമ്മിൽ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ബന്ധം കൂടിയുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച പ്രസാദ് വന്നാൽ പറഞ്ഞ് എന്തായാലും ഈ പിന്നെ എന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് വരണം. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഹരിപ്രസാദ് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ഞാൻ എന്തായാലും പങ്കെടുക്കാൻ തീരുമാനിച്ചതാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് ഇപ്പൊ ഇവിടെ പിന്നെ മാങ്കാവ് ബ്രാഞ്ചിലാണെങ്കിൽ ആക്ച്വലി അദ്ദേഹം മാങ്കാവ് ബ്രാഞ്ചിലെ സ്റ്റാഫ് അല്ല, ഞങ്ങളുടെ റീജിയണൽ ബിസിനസ് ഓഫീസിലെ സ്റ്റാഫാണ് അദ്ദേഹം. അത് റീജിയണൽ ബിസിനസ് ഓഫീസിലെ ആൾക്കാർ കൂടി അറിയില്ല ഇദ്ദേഹം നമ്മുടെ സ്റ്റാഫാണെന്നുള്ളത്. ശരിക്കും പറയാൻ ഡെപ്യൂട്ടേഷനിലാണ് ഈ മാങ്കാവ് ബ്രാഞ്ചിൽ വന്നിരിക്കുന്നത്. അതും നമ്മുടെ പിന്നെ മാങ്കാവ് ബ്രാഞ്ചിലെ ചീഫ് മാനേജർ ജെസ്സി മാഡത്തിന്റെ പിന്നെ ദിവസവും ജെസ്സി മാഡം വിളിച്ച് ബ്രാഞ്ചിൽ പറയും, നമ്മുടെ കാപ്പയിൽ വിളിച്ച് പറയും എനിക്ക് ആളില്ല. അപ്പൊ ഞാനൊരു മാങ്കാവുകാരനെന്ന നിലയ്ക്കും പിന്നെ എന്താ പറയാ പിന്നെ മാഡത്തിന്റെ അടുത്തുള്ള ഒരു നല്ല കോൺട്രാക്ടും വെച്ചില്ല, നല്ലൊരു പെരുമാറ്റം വെച്ചിട്ട് ഞാൻ അവർക്ക് പിന്നെ നമ്മുടെ ഞാൻ ശരിക്കും പറയാൻ നമ്മളെല്ലാം ട്രാൻസ്ഫറിലേക്ക് നോക്കുന്ന ആളെങ്കിലും നമ്മുടെ പിന്നെ CM മാനേജർ HR അടുത്ത് പറഞ്ഞ് ഹരിപ്രസാദിനെ തന്നെ കൊടുത്തു. കാരണം എനിക്കറിയാം നല്ലൊരു സർവീസ് കൊടുക്കാൻ പറ്റിയ വ്യക്തിയാണ് പ്രസാദ്. ചില ആൾക്കാരുണ്ടാവും റിട്ടയർമെന്റ് ആവുന്ന സമയത്ത് ഇനി വേണ്ട, ഇനി ഒന്നും നോക്കാനില്ല എന്നുള്ളത്. പ്രസാദ് അതുമാതിരിയല്ല. ലാസ്റ്റ് മിനിറ്റ് വരെ എന്റെ അടുത്ത് എന്റെ നാട്ടുകാരനായതുകൊണ്ട് തന്നെ പല ആൾക്കാരും പറയും അവിടെ ഒരാളുണ്ടല്ലോ ഒരു കമ്പനിയായിട്ട്, ആള് നല്ല പെരുമാറ്റാണ്. അതുപോലെ തന്നെ ഒരു ATM കാർഡ് പല ആൾക്കാരും ATM-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ATM-ലേക്ക് ആൾക്കാർ സൗകര്യങ്ങൾ അവർക്ക് സംശയങ്ങൾ തീർത്തു കൊടുക്കാനും എത്ര തിരക്കുണ്ടെങ്കിലും പ്രസാദ് പിന്നെ ATM-ൽ പോയി അവർക്കത് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. സാധാരണ അക്കൗണ്ടന്മാരൊന്നും മെനക്കെടാറില്ല, വേറെ ആരെങ്കിലും ഡെപ്യൂട്ടി ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തി ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ബാങ്ക് സ്റ്റാഫിനും ബാങ്കിനും അത് വലിയ നഷ്ടം തന്നെയാണ്. കാരണം ബാങ്കിൽ എന്ന് പറയുന്ന പോസ്റ്റിംഗ് വന്ന് 1980 മുതലാണ് ബാങ്കിലെ PSRB പോസ്റ്റിംഗ് വരുന്നത്. 83 സെപ്റ്റംബർ 22-നാണ് ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തത്. അതിന്റെ മുന്നേ തന്നെ പിന്നെ ഹരിപ്രസാദ് ബാങ്കിൽ ജോയിൻ ചെയ്തു. അത് 7 മാസം റിട്ടയർ ചെയ്തു. ഞാൻ അടുത്ത വർഷം 2020 ഏപ്രിലിൽ ഞാൻ റിട്ടയർ ചെയ്തു. അപ്പം 2022 ഞങ്ങളുടെ അന്നത്തെ പഴയ ബാങ്കിലുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് റിട്ടയർ ചെയ്ത് തീർന്നിരിക്കും. പിന്നെയുള്ളതെല്ലാം പുതിയ ജനറേഷൻ. ഞാൻ പ്രസാദോട് പറഞ്ഞിട്ടേ ഉള്ളൂ, റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചിലേക്ക് പോകുന്നു. എന്തെങ്കിലും കാരണവശാൽ തന്നെ പോകണമെങ്കിൽ നമ്മൾ ആസ് എ യൂഷ്വൽ പിന്നെ ഒരു കസ്റ്റമർ ആയിട്ട് ചെന്നിട്ട് പോവാ. നമ്മുടെ മാനേജർ ആരെ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. കാരണം എല്ലാവരും പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ബ്രാഞ്ചിലെ സ്ഥിതി. ബ്രാഞ്ച് മാനേജർക്കായാലും സ്റ്റാഫിനായാലും നമ്മളോട് ലോഗ്യം പറയാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോ നമുക്ക് പ്രാക്ടിക്കലി അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രസാദിനോട് പറഞ്ഞ പ്രസാദ് അത് പണ്ടേ ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ ബാങ്കിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം പോകാന്നില്ല. അത് പോരാത്തതിന് പഴയ മാതിരി നമ്മൾ ബ്രാഞ്ചിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല. ഇപ്പൊ എല്ലാ നെറ്റ് ബാങ്കിങ്ങും ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതിനെ കൊണ്ട് കഴിയുന്നത് പോകാതിരിക്കുന്നത് ഞാൻ ഏറ്റവും നല്ലത്. അങ്ങനെ പിന്നെ അപ്പൊ പ്രസാദിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ എന്റെ മകളെ കല്യാണത്തിന് ക്ഷണിച്ചു, പക്ഷെ പുള്ളി വന്നിട്ടായിരുന്നു. പിന്നെ ഈ ഒരാൾ കൂടി ചെറിയ ആൾ കൂടി ഉണ്ട് മാരേജ്. അപ്പൊ തീർച്ചയായിട്ടും പിന്നെ അപ്പോ പിന്നെ മകൾ കല്യാണം കഴിച്ചത് നാഗ്പൂർ തന്നെ. എന്റെ മകൾ നാഗ്പൂരിലാണ് പഠിച്ചത്. IMT നാഗ്പൂരിലായിരുന്നു. BA കഴിഞ്ഞു ജോലിയൊക്കെ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇന്നലെ ബ്രാഞ്ചിൽ എത്തിക്കാനായിരുന്നു. അപ്പം പ്രസാദ് എന്നുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് സുന്ദരനാണ്, മുഖസൗന്ദര്യം വളരെയധികം. എല്ലാരും ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടെ ഇത്ര സൗന്ദര്യം കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മനസ്സുമാതിരി തന്നെ
പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് ഞാൻ ഉണ്ടാവട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ അദ്ദേഹം താമസിക്കുന്നത് എന്റെ പിന്നെ കസിന്റെ വീടിനടുത്താണ്. അപ്പൊ അശോകൻ എന്ന് പറയും അദ്ദേഹത്തിന്റെ വീട്ടിന്റെ രണ്ട് വീടപ്പുറത്തല്ലേ. അപ്പൊ ഞാൻ അന്നവിടെ അവര് വീട്ടിൽ പോയ സമയത്ത് അവർ പറഞ്ഞു നിങ്ങളെ ബാങ്കിലൊരാണ് വർക്ക് ചെയ്യുന്നത് താമസിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും രണ്ട് ആൺകുട്ടികൾ നല്ല പിന്നെ ജോലിയുള്ള ആൾക്കാരാണ്. അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയൊന്നും ഇനി ഇല്ല. മനസമാധാനത്തോടു കൂടിയിട്ടും പിന്നെ ആരോഗ്യത്തോടും കൂടി ദീർഘകാലം നിലനിൽക്കുന്ന ഒരു റിട്ടയർഡ് ലൈഫ് അദ്ദേഹത്തിന് ആശംസിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ബ്രാഞ്ച് പിന്നെ റീജിയണൽ മാനേജർ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സൈറ്റേഷൻ ഉണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. ഞാൻ ആ ഫോട്ടോ എല്ലാവരെയും കാണിച്ചല്ലോ, എല്ലാവരും കണ്ടല്ലോ ആളെ അല്ലേ? എനിക്ക് കണ്ടിട്ട് വിഷയം അപ്പൊ ഞാൻ ഇതൊന്ന് വായിക്കാം. റിട്ടയർമെന്റ് ശ്രീ ഹരിപ്രസാദ്. As you lay down office after a long and successful innings in the bank, I am sure you will have mixed feelings. We in State Bank of India compliment you on this occasion and convey our sincere appreciation for the valuable contributions made by you towards the progress and growth of our bank. We know that you will continue to be an honored member of the extended SBI family. We also take this opportunity to convey our best wishes to you and your family for good health, happiness and prosperity in the years ahead. With warm regards, Srinivasan P, Regional Manager. നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ താങ്ക് യു. താങ്ക് യു സന്തോഷ് സാർ. അടുത്തതായി SBOയുടെ പ്രതിനിധിയായ ശ്രീ ശിവശങ്കരൻ സാറിനെ ആശംസാ പ്രസംഗത്തിനായി ഞാൻ ക്ഷണിച്ചു. ബഹുമാനിയായ യോഗാധ്യക്ഷ മാങ്കാവ് ചീഫ് മാനേജർ ശ്രീമതി ജെസ്സി മാഡം, ഈ യോഗത്തിന്റെ എന്റെ AGM-ന്റെ മൊബൈലിൽ കൂടി ഉണ്ട്, അത് മറന്നു അതെടുത്തോണ്ട് അതിലൊരു രക്ഷയില്ല. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യാതിഥികളായ ഏറെ പ്രിയങ്കരനായ ഹരിപ്രസാദ് സർ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സുജാത മേഡം, AOA റെപ്രസെന്റ് ചെയ്തെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ മാങ്കാവുകാരൻ കൂടിയായ നമ്മുടെ സന്തോഷ് സർ, പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിനിധീകരിച്ചെത്തിയ വിനോദ് ദേവി സർ, ഹരിപ്രസാദ് സാറിന്റെ കുടുംബാംഗങ്ങൾ, മാങ്കാവിലെ സ്റ്റാഫ്, റിട്ടയർഡ് സ്റ്റാഫ്. ഒരു ഹരിപ്രസാദ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് ഒരു വർഷം മുമ്പായിരിക്കും. സാറ് ഡെപ്യൂട്ടേഷൻ വന്നപ്പോൾ ഞാൻ അന്ന് ശ്രദ്ധിച്ചത്, ഒന്ന് ഞങ്ങളുടെ തലകൊണ്ട് സാമ്യമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റി കണ്ടിട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഞാനിത് ഒരു അതിശയത്തോടുകൂടി പറയല്ല, ആക്ടിവിറ്റി ലെവലുണ്ടല്ലോ, ആ ഒരു രാവിലെ വന്ന് ആ ഫുൾ ത്രോട്ടില്ല. കാരണം ഒറ്റ ഗിയറുള്ളൂ, അത് ടോപ്പ് ഗിയറാണ്. അത് വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ടോപ്പ് ഗിയറാണ്. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് അദ്ദേഹം ഒരു സ്പോർട്സ്മാൻ കൂടി ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും സുജാത മേഡത്തിനെ സംബന്ധിച്ച് ഇനി വലിയൊരു വെല്ലുവിളിയാണ്. കാരണം കോർട്ടിൽ നിന്ന് ഇദ്ദേഹത്തിനെ പിടിച്ചു കയറ്റാനുള്ള വലിയ ബുദ്ധിമുട്ടായിരുന്നു. ബാഡ്മിന്റൺ കോർട്ടിലേക്ക് സാർ അത്രയും സമയം കൂടുതൽ സ്പോർട്സ് അല്ലെങ്കിൽ അലൈഡ് ആക്റ്റീവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു എന്ന് പറയാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. അദ്ദേഹത്തിന്റെ പാഷൻസ് കൂടുതലായി എൻജോയ് ചെയ്യാൻ, അത് റീഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും, അല്ലെങ്കിൽ സ്പോർട്സുമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്നും കൂടി ആവേശത്തോടു കൂടി അദ്ദേഹം അത് ചെയ്തു തീർക്കാനുള്ള സമയമായിട്ട് അദ്ദേഹത്തിന് വിനിയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഒരു ആയുസിന്റെ അദ്ദേഹത്തിന്റെ ഏജ് പറയുമ്പോൾ ഇപ്പോൾ 60 yearsലെ ഒരു 37 yearsോളം ബാങ്കിങ് സർവീസിൽ, അത് എന്തൊരു മഹത്തരമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏതാണ്ട് പകുതിയിലേറെ സമയം, ഇതുവരെ ജീവിച്ചതിന്റെ പകുതിയിലേറെ സമയം ഒരു സ്ഥാപനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുക, അവിടെ നിന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റിട്ടയർ ചെയ്തു പോവുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് വളരെ 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 വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് സൈസ് കൂടുന്നതിനനുസരിച്ച്
അനുബന്ധ സൗകര്യങ്ങളുടെ വിപുലീകരണം അതേ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾക്കൊക്കെ സംശയമുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അത് കണക്ടിവിറ്റി പോലുള്ള ബേസിക് കാര്യങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ് നമ്മൾ. ആ ഒരു കാലഘട്ടത്തിൽ എന്തായാലും കസ്റ്റമേഴ്സിന് വേണ്ടി ഇപ്പോൾ സാറ് പറയേണ്ട ഇവിടെ ഒരു ബ്രാഞ്ചിന്റെ അഡ്രസ് ആയിരുന്നു, അതിന്റെ മാസ്കോട്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള 3 പേരിൽ ആ ഒരു പില്ലേഴ്സിൽ ഒരാളായിരുന്നു ഹരിപ്രസാദ് സാർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കസ്റ്റമേഴ്സുമായി അത്ര ഇഴചേർന്ന് അത്ര നേരം നല്ല രീതിയിൽ ബന്ധം പുലർത്തിയിരുന്ന ആളുകൾ, അവരുടെ ആ ഒരു തലമുറ ബാങ്കിനെ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാവുന്ന വലിയ ഒരു വാക്യൂം, ശൂന്യത, അത് പരിഹരിക്കാനുള്ള ടാലന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്നുള്ള തലമുറയ്ക്ക് ഉണ്ടെങ്കിൽ കൂടിയും മാൻ ടു മാൻ കോണ്ടാക്ട്, സ്ക്രീനിനപ്പുറം ആളുടെ മുഖം നോക്കി ആളുകളെ മനുഷ്യരുമായിട്ട് ഇടപഴകാനുള്ള ആ ഒരു, അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മള് ബാങ്ക് ശക്തമായി തന്നെ മുന്നോട്ട് എന്തായാലും ഹരിപ്രസാദ് സാറ് ഇതൊരു റിട്ടയർമെന്റ് അല്ലാന്ന് ഞാൻ പറഞ്ഞു. പെൻഷൻസ് അസോസിയേഷനിലായാലും മറ്റുള്ള ആക്ടിവിറ്റീസിലും കൂടുതൽ കരുത്തോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ആവേശത്തോടെ പങ്കെടുക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ എത്തിച്ചേർന്നിട്ട് തിരക്കുകളൊക്കെ ഒഴിവാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. പിന്നെ സാറിന് സഹധർമ്മിണി, സാറ് ജീവിതത്തിൽ കൈവരിച്ചുള്ള സകല പുരോഗതിക്കും, കാരണം ബാങ്കിൽ നിന്ന് തിരിച്ചെത്തുന്ന സമയത്ത് നമുക്കറിയാലോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഏതാണ്ട് പാതിരയ്ക്കായിട്ട് മീൻസ് രാത്രി എന്തെങ്കിലും എത്തിച്ചേരുന്ന അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകിയ കുടുംബകാര്യങ്ങളൊക്കെ വളരെ നന്നായി നോക്കിയ മാഡത്തിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കാം. അതുപോലെ തന്നെ SBIOയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സാറ് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന് സംഘടനയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിനോട് നന്ദി പറയുക. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും മറ്റെല്ലാം അദ്ദേഹം ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും സംഭവിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സാറിന് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുന്നു. ഞാൻ SBIOയെ പ്രതിനിധീകരിച്ചാണ് എത്തിയിട്ടുള്ളത്. അപ്പോ അവിടെ ഒരു സൈറ്റേഷൻ ഉണ്ട്. നമ്മുടെ ജനറൽ സെക്രട്ടറി വി മുരളീധരൻ, അദ്ദേഹം ഇന്ന് റിട്ടയർ ചെയ്യാണ്. അദ്ദേഹം തന്നായിട്ട് ഒരു സൈറ്റേഷൻ ഉണ്ട്, അത് ഞാനൊന്ന് വായിക്കാം. ശ്രീ ഹരിപ്രസാദ്, യു ഓൺ യുവർ റിട്ടയർമെന്റ് ഫ്രം സർവീസ് from this great organization, State Bank of India, may this day be recorded as a memorable milestone in your life. We place on record our deep appreciation for all the support given to the State Bank of India Officers Association, Kerala Circle, and wish you a happy, healthy, and peaceful retired life. Signed by Muralidharan, the General Secretary, on 31st May 2001. താങ്ക് യു ശിവസുന്ദരൻ സാർ. അടുത്തതായി പെൻഷനേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ വിനോദ് ദേവി സാറിനെ ആശംസകൾ നേരാൻ ഞാൻ ക്ഷണിച്ചോളൂ. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ യോഗത്തിലെ അധ്യക്ഷ ശ്രീമതി ജെസി മാഡം, മുഖ്യാതിഥി ഹരിപ്രസാദ്, സുജാത, റീജിയണൽ ഓഫീസിനെ പ്രതിനിധീകരിച്ചുവിടെ എത്തിയിട്ടുള്ള ശ്രീ സന്തോഷ്, SBIOയെ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ശിവശങ്കരൻ, മറ്റു ബ്രാഞ്ചുകളിൽ നിന്നും ഹരിപ്രസാദിനോട് വർക്ക് ചെയ്തിട്ടുള്ള എന്റെ സഹപ്രവർത്തകരായിരുന്നവരെ, പിന്നെ ഹരിപ്രസാദിന്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഈ യോഗത്തിൽ ഇത്ര ആളൊന്നും കണ്ടാ പോരാ. കാരണം ഇന്ന് റിട്ടയർമെന്റ് ആണ്. അത് നിവൃത്തിയില്ല. മെയ് മാസം പൊതുവെ അങ്ങനെയാണ്. കഴിഞ്ഞ മെയ് മാസത്തിലും ഇതുപോലെ തന്നെ അനവധി റിട്ടയർമെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പം നിവൃത്തിയില്ലാതെ വന്നു ഈ ഒരു ദിവസം. അത് ഇന്നലെ മിനിയാന്നൊക്കെ റിട്ടയർമെന്റിന്റെ ആയിരുന്നു. എന്നിട്ടും എങ്ങനെയൊക്കെയോ ഇതാക്കിയതാണ്. ഈ ഒരു ദിവസം തന്നെ വെക്കേണ്ടി വന്നു നിവൃത്തിയില്ലാതെ. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഹരിപ്രസാദിന്റെ റിട്ടയർമെന്റിനെ ഞാൻ തന്നെ സ്വയം പെൻഷനേഴ്സ് അസോസിയേഷനോട് പറഞ്ഞു. അവർക്കും ആകെ പ്രതിസന്ധിയായിരുന്നു, ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഹരിപ്രസാദിന്റെ ഞാൻ തന്നെ പൊക്കോളാം. കാരണം ഹരിപ്രസാദായിട്ട് എനിക്ക് അത്രത്തോളം ബന്ധമുണ്ട്.
കോഴിക്കോട് ബ്രാഞ്ചിൽ നിന്ന്. കാണുന്ന പോലെ തന്നെ പല കാര്യത്തിലും ഞാനും ഹരിപ്രസാദും എന്താ നമ്മളെ ഈ സിനിമാക്കാരൊക്കെ പറയില്ല ഒരു കെമിസ്ട്രി. അപ്പം ആ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. എനിക്കിപ്പം ആ ഓർമ്മകൾ എന്റെ 90കളിലേക്ക് പോവുകയാണ്. അതായത് 90കളിലെ കോഴിക്കോടിന്റെ ആ എന്താ പറയാ വസന്തകാലം എന്നൊക്കെ പറയാം. ഞങ്ങൾക്കൊക്കെ ശരിക്കും കോളേജ് വിട്ട് വന്നിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്തിട്ട് കോളേജിൽ നിന്ന് വന്ന പോലെ തോന്നിയിട്ടില്ല. കാരണം എല്ലാ കൊല്ലവും വാർഷിക ദിനങ്ങളും ഫാമിലി ഗെറ്റ് ടുഗദറും അങ്ങനെ അങ്ങനെ കൾച്ചറൽ ഈവനിങ് അങ്ങനെ പലതായിട്ട് എല്ലാ കൊല്ലവും തന്നെ അത് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളിങ്ങനെ പ്രവർത്തന നിരതരായിരിക്കും. ഹരിപ്രസാദിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം സാധാരണ 2 മണി വരെയല്ലേ ഉള്ളൂ പണി അന്നൊക്കെ. 2 മണി കഴിഞ്ഞ പിന്നെ നമ്മൾ ഫ്രീ അല്ല, വർക്കൊക്കെ കഴിഞ്ഞ് കൃത്യം 5 മണിക്ക് കോഴിക്കോട് ബ്രാഞ്ചിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു റൂമുണ്ട്, റിക്രിയേഷൻ റൂം. അവിടെ ഞങ്ങൾ ബഹളം തുടങ്ങും. അപ്പൊ നോക്കുമ്പോൾ അവിടെ വലിയൊരു വട്ടത്തിലുള്ള മേശയുണ്ട്. അതിപ്പോഴും തോന്നുന്നു വട്ടത്തിലുള്ള ഒരു മേശയുണ്ട്, ചതുരത്തിലുള്ള ഒരു മേശയുണ്ട്. ഞാൻ ആ ചതുരത്തിലുള്ള മേശയിലാണ് ഉണ്ടാവുക ടേബിൾ ടെന്നീസ് കളിക്കാനായിട്ട്. അപ്പൊ ഹരിപ്രസാദൊക്കെ അതിനു മുമ്പ് ഒരു വാമപ്പ് എന്നുള്ള നിലയ്ക്ക് റമ്മി 56 അതൊക്കെ എക്സ്പേർട്ടാണ്. കാരണം അവിടെ നിന്ന് കളിക്കുന്നുണ്ടാവും, ഭയങ്കര ഒച്ചയുണ്ടാവും, ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പലപ്പോഴും ഒരു പൊളിറ്റിക്സ് ആയാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാവും. അപ്പോഴൊക്കെ ഞാൻ പിറ്റേന്ന് ഞാൻ ഹരിപ്രസാദിനോട് ചോദിക്കും, എന്തായിരുന്നു ഇന്നലെ അവിടെ പ്രശ്നം? അതൊന്നുമില്ല, അത് സാധാരണ പോലെ, അതൊക്കെ ഇറ്റ്സ് ഓൾ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും ഹരിപ്രസാദും ഒരുമിച്ച് ഇവിടെ SP കൗണ്ടറിൽ ഒരു കൊല്ലത്തോളം ഇരുന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് പല കാര്യങ്ങളും എന്റെ അടുത്ത് നിന്ന് സ്ലിപ്പ് ചെയ്ത് പോകും, ഓർമ്മയുണ്ടാവില്ല. പലരും കസ്റ്റമേഴ്സ് വരുമ്പോ തന്നെ ഞങ്ങളോട് ചോദിക്കും, കാരണം 2 സൂര്യഗ്രഹങ്ങളെ കണ്ടിട്ടാണ് കസ്റ്റമേഴ്സ് കയറി വരുന്നത്. പലപ്പോഴും പണ്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ, എന്തൊക്കെയോ ഒരു മുഖത്തിന് എന്തൊക്കെയോ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ പറയാം അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പം ഹരി ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഹരി എന്നോട് ചോദിക്കും, ആൾ പോയി കഴിയുമ്പോൾ, വിനോദിന് അത് ആരാന്ന് മനസ്സിലായോ? അപ്പൊ ഞാനാകെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ടോ, എന്റെ മോഹൻ കണ്ടപ്പോ ഹരിപ്രസാദ് മനസ്സിലായിട്ടുണ്ട്, എനിക്കത് ആളെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ വെറുതെ വർത്താനം പറയുന്നുള്ളൂ എന്നുള്ളത്. അപ്പം ഹരിപ്രസാദ് കറക്റ്റായിട്ട് അയാൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് വന്ന് ഇന്ന കാര്യത്തിന് വേണ്ടി വന്ന ആളാണെന്ന് കറക്റ്റായിട്ട് പറയാനുള്ള സൂക്ഷ്മ ബുദ്ധി, അത് അപാരം തന്നെ. അത് റമ്മി കളിച്ചുണ്ടായതോ ബിസിനസ് കളിച്ചുണ്ടായതോ എനിക്കറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും അത് ബുദ്ധി ഭയങ്കരം തന്നെയാണ് ആ കാര്യത്തിൽ, കണക്കിന്റെ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് ബാങ്കിങ്ങിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഹരിപ്രസാദിനെ ഞാൻ ആകെ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, എല്ലാവർക്കും നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാല് ഹരിപ്രസാദ് വളരെ ഫ്രാങ്കാണ്, എന്തുണ്ടെങ്കിലും തുറന്നടിച്ച് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഒരു വിഷമം തോന്നിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അത് തന്നെ പലപ്പോഴും പുള്ളിക്ക് അതൊരു വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഒന്നും മറച്ചു വെക്കില്ല, ഇപ്പൊ പറയാനുള്ളത് തുറന്നു പറയും. അത് വലിയൊരു നല്ലൊരു ശീലമായിട്ട് ഞാൻ കാണുകയാണ്. ഹരിപ്രസാദിനെ എനിക്ക് അത്ര എന്താ പറയാ ഇഷ്ടമാവാനുള്ളൊരു കാരണം അതാണ്. എല്ലാം തുറന്നു പറയും. ഞങ്ങൾ തമ്മിലൊരു ഉടക്കം ഉണ്ടായിട്ടുമില്ല ഒരിക്കലും. ഞങ്ങൾ പറയുമ്പോൾ ഹരിപ്രസാദ് റമ്മി കളിക്കെങ്കിലും ഈസ് എ വെരി ഗുഡ് ഷട്ടിൽ പ്ലെയർ. ഹരിപ്രസാദിന് സാധിക്കാത്തത് മക്കളിലൂടെ സാധിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഹരിപ്രസാദ് എനിക്ക് തോന്നുന്നു ഷട്ടിലൊക്കെ ഇങ്ങനെ റോ ആയിട്ട് അങ്ങനെ കളിച്ച് വളർന്നിട്ടുള്ളതാണ്. അപ്പം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അത്രത്തോളം ഷട്ടിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. കുറച്ച് നാൾ കൃഷ്ണ കോളേജിൽ ഉണ്ടായിരുന്നില്ല രണ്ടുപേരും. പക്ഷെ പുള്ളി പിന്നീട് അത് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ 3-4 കോച്ചിങ് ക്യാമ്പിനൊക്കെ പോയി അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ കളിച്ചു വന്ന ആളാണ്. പക്ഷെ കളിച്ച് വരുമ്പോ അവസാനം ഞാൻ തളർന്നു പോകും, ഹരിപ്രസാദ് ജയിക്കുകയും ചെയ്യും. അപ്പൊ അത്രയും ആത്മാർത്ഥമായിട്ട് കളിക്കുന്ന ഒരാളാണ് ഹരിപ്രസാദ്. അതെന്തായാലും മക്കളിലൂടെ ഹരിപ്രസാദിനെ ഒരു ചാരിതാർത്ഥ്യജനകമാക്കാൻ പറ്റി. ശരിക്കും എല്ലാം രണ്ടുപേരും വളരെ നന്നായിട്ട് സ്റ്റേറ്റിനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്ത് നല്ല ഉയരങ്ങളിൽ എത്തുവാൻ സാധിച്ചു. പിന്നെ ഹരിപ്രസാദ് ഇപ്പം മാങ്കാവ് എന്ന് പറയുന്നു, പക്ഷെ ഒരു 2 കൊല്ലമായിട്ട് നമ്മൾ ഈ സംസ്ഥാന ഗവൺമെന്റിലെ ചില സ്റ്റാഫുകൾക്ക് നേരിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം
ബ്രാഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം ഹരിപ്രസാദനെ കാണുമ്പോൾ പറയും ഞാൻ ഇപ്പൊ ആ ബ്രാഞ്ചിലാണ്, ഇപ്പൊ ഈ ബ്രാഞ്ചിലാണ്, മറ്റേ ബ്രാഞ്ച് കൂട്ടിപ്പോയി, ഈ ബ്രാഞ്ച് കൂട്ടിപ്പോയി, അങ്ങനെ പല പല ബ്രാഞ്ചുകളിൽ ഇങ്ങനെ മാറി 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 മാറി. അപ്പൊ ഞാൻ ചോദിക്കും ഹരിപ്രസാദ് വിഷമമൊന്നുമില്ല, എനിക്കെന്ത് വിഷമം ഭയം, എനിക്ക് വൈകുന്നേരം വീട്ടിൽ പോകണം, അത്രേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല, അത്ര വളരെ ലൈറ്റായിട്ട് എടുത്തു. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഹരിപ്രസാദിന് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല സോഫ ടച്ച് വുഡ്, അത്ര എല്ലാം വളരെ ലൈറ്റായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ കത്തിവെച്ച് അനുഭവിക്കാം. ഹരിപ്രസാദിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു. പിന്നെ ഞാനിവിടെ വന്നത് പെൻഷനേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായിട്ടാണ്. പെൻഷനേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇവിടെയുള്ള സ്റ്റാഫുകളെക്കാളൊക്കെ കൂടുതൽ പെൻഷനേഴ്സ് ആണുള്ളത്. അത്രത്തോളം ആയി തുടങ്ങി. ഇപ്പൊ തന്നെ ഇവിടെ 700ഓളം പേരായിട്ടുണ്ട്. കോഴിക്കോട് മാത്രം കേരളത്തില് 6000-ൽ മുകളിലായി. അതിങ്ങനെ ഓരോ മാസവും കൂടി 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 വരികയാണ്. അപ്പം പെൻഷനേഴ്സ് അസോസിയേഷനിലേക്ക് ഞാൻ എന്റെ 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കുകയാണ് ഹരിപ്രസാദിനെ. ഒരു സങ്കടമേ ഉള്ളൂ, പിന്നെ സന്തോഷ് സാറും ശിവശങ്കരനും ഒക്കെ ഓരോ സാധനങ്ങൾ അങ്ങനെ കൊടുത്ത് അങ്ങനെ അനുവദിച്ചു. പക്ഷെ പെൻഷനേഴ്സ് അസോസിയേഷൻ അങ്ങനെ കൊടുക്കാനില്ല. നമ്മുടെ ഹൃദയം തോന്നുന്നു കളിക്കാനേ ഉള്ളൂ. വരും ഞങ്ങളുടെ കൂടെ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വരുന്നു. താങ്ക് യു വിനോദ് സാർ. ഇനി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രീ ജോസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. NCPയുടെ പ്രതിനിധിയായി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോംവർക്കൊക്കെ ചെയ്ത് വന്നാലാണ് ശരിയാവുള്ളൂ. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊളായി പോകും. ഈ യോഗത്തിന്റെ മുഖ്യ അതിഥി ഹരിപ്രസാദ് സർ, അധ്യക്ഷ മാങ്ങാവ് ബ്രാഞ്ച് മാനേജർ ജെസി തോമസ്, RBI representative ആയിരുന്ന സന്തോഷ് സർ, SBI representative ശിവശങ്കരി സർ, പെൻഷനേഴ്സ് അസോസിയേഷൻ റെപ്രസെന്റേറ്റീവ് വിനോദ് ഡേവിസ്, മറ്റ് ശാഖകളിൽ നിന്നുള്ള സഹപ്രവർത്തകരെ, പെൻഷനേഴ്സ് സുഹൃത്തുക്കളെ, ഹരിപ്രസാദിന്റെ കൂടെ കുറെ കാലമൊന്നും എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ വിനോദ് ഡേവിസ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ എനിക്ക് അധികം പറയാൻ അതുകൊണ്ട് തന്നെ ഇല്ല. കാരണം ഒരുപാട് കാലം ഞങ്ങൾ കോഴിക്കോട് സിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കല്ലായിരോടിലായിരുന്നു കുറെ കാലം, ഹരിപ്രസാദ് കോഴിക്കോട് ബ്രാഞ്ചിലും. പിന്നെ വളരെ അതായത് ലാസ്റ്റ് അതായത് 2-3 കൊല്ലം മുമ്പാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു വർക്കറാണ് അദ്ദേഹം. കസ്റ്റമർ സർവീസിന്റെ കാര്യമായാലും ബാങ്കിന്റെ വളർച്ചയ്ക്കും ഒക്കെ നല്ലൊരു സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഷട്ടിൽ പ്ലെയർ ആണ് അദ്ദേഹം. അത് ഞാൻ പണ്ട് മുതലേ കണ്ട് വന്നിട്ടുള്ളതാണ്. ബാങ്ക്മാൻസ് ക്ലബിന്റെ ആയാലും സ്റ്റേറ്റ് ബാങ്കിന്റെ ആനുവൽ ഡേന്റെ സമയത്തായാലും അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് കുറെ കാലം ഷട്ടിലിന്റെ ചാമ്പ്യൻ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഏരിയയില്. അദ്ദേഹത്തിന് നല്ലൊരു റിട്ടയർമെന്റ് ജീവിതം സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കോഴിക്കോട് ശാഖയുടെ പേരിൽ ആശംസിക്കുന്നു. താങ്ക് യു ജോസ് സർ. ലെഡ്ജർ ബാങ്കിങ്ങിൽ നിന്ന് ഡിജിറ്റൽ ബാങ്കിംഗ് എന്ന ഹൈബ്രിഡ് അപ്രോച്ചിലേക്ക് ഒരു സങ്കര രീതിയിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ട ഒരു തലമുറയെയാണ് ശ്രീ ഹരി സാർ പ്രതിനിധാനം ചെയ്യുന്നത്. എല്ലാവരോടും സ്നേഹപൂർവമായ പെരുമാറ്റം കൊണ്ട് ബ്രാഞ്ചിന്റെ വർക്ക് അറ്റ്മോസ്ഫിയർ സന്തോഷകരമാക്കാൻ സാറിന് സാധിച്ചിരുന്നു. കസ്റ്റമർ കംപ്ലൈന്റ് റിഡ്രസൽ ചെയ്യാൻ അതീവ ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം. നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് പ്രദാനം ചെയ്യുന്നതിൽ വിജയിക്കുകയും അതിന് പുതിയ തലമുറയ്ക്ക് മാർഗദർശനമേകുകയും ചെയ്തു എന്നത് സ്മരിക്കേണ്ട ഒരു വസ്തുതയാണ്. ആരോഗ്യമുള്ള മനസ്സ് പോലെ തന്നെ പ്രധാനമാണ് ആരോഗ്യമുള്ള ശരീരവും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശ്രീ ഹരി സാർ. നല്ലൊരു ബാഡ്മിന്റൺ പ്ലെയർ ആയ അദ്ദേഹം ആനുവൽ ഫെസ്റ്റിന് ധാരാളം സമ്മാനങ്ങൾ നേടിയിരുന്നുവെന്ന് എല്ലാവരും പറയുകയുണ്ടായി. റിട്ടയർമെന്റ് അടുത്തു വരുന്ന സമയത്ത് പോലും ആനുവൽ ക്ലോസിംഗിനും ആഡിറ്റിങ്ങിനും ഒക്കെ വളരെ ആക്റ്റീവ് സപ്പോർട്ട് അദ്ദേഹം നൽകി.
എന്റെ എല്ലാ സുഹൃത്തുക്കളും സാറിന് ആശംസകൾ നേടാൻ കാത്തിരിക്കുകയാണ്. ആയതിനാൽ ഞാൻ ആശംസകൾ അർപ്പിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. Please come. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിസ്റ്റർ ഹരിപ്രസാദ്, സുജാത, കുടുംബാംഗങ്ങളെ, ഓണർ ഓഫ് ദ ഡയസ് ആൻഡ് കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ്. എന്റെ പേര് രഞ്ജിനി. ഞാൻ ലാസ്റ്റ് ഇയർ ഈ മെയ് 31 തന്നെ കാലിക്കറ്റ് ബ്രാഞ്ചിൽ നിന്ന് റിട്ടയർ ചെയ്തു. 1998 ഞാൻ കാലിക്കറ്റ് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തത്. അപ്പോഴും പ്രസാദ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടെല്ലറായിരുന്നതുകൊണ്ട് ശമ്പളം വാങ്ങാൻ വേണ്ടി ഒരു വിഡ്രോവൽ സ്ലിപ്പും കൊണ്ട് ബ്രാഞ്ചിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വരും. അങ്ങനെയാണ് ഞാൻ ബ്രാഞ്ചിൽ മുഴുവൻ പരിചയപ്പെട്ടത്. ഇന്നത്തെ അല്ല, ഒരു 200 സ്റ്റാഫ് മെമ്പേഴ്സ് അന്ന് ബ്രാഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് പ്രസാദ് ട്രാൻസ്ഫറായി പാളയത്തേക്ക് പോയി. പിന്നാലെ ഞാനും ട്രാൻസ്ഫറായി പാളയത്തെത്തി. അവിടെ വെച്ചാണ് നമ്മൾ കൂടുതൽ ചെറിയ ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ കോർ ബാങ്കിങ്ങിലേക്ക് ട്രാൻസ്ഫർമേഷൻ നടക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തുന്നതും പണിയെടുക്കുന്നതും. ചെറിയൊരു ബ്രാഞ്ച് ഫസ്റ്റ് കോർ ബാങ്കിങ്ങിലേക്ക് പോയ കാലിക്കറ്റ് റീജിയനിൽ ഫസ്റ്റ് കോർ ബാങ്കിങ്ങിലേക്ക് പോയ ബ്രാഞ്ച്, ആകപ്പാടെയുള്ള കൂടുതൽ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന ബ്രാഞ്ച്. അന്ന് പ്രസാദ് നൽകിയ സപ്പോർട്ട് എന്താ വെച്ചാല് കോർ ബാങ്കിങ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ക്ലറിക്കൽ സ്റ്റാഫായിട്ട് എന്നെയും പിന്നെ ഒരു ഓഫീസിലാണ് വിട്ടത്. എന്തൊക്കെയോ അവിടുന്ന് പഠിച്ചു വന്നു. ബ്രാഞ്ചിലെത്തി നോക്കുമ്പോഴത്തേക്ക് കസ്റ്റമറെ ചീത്ത, ബഹളം, എല്ലാ സ്ഥലത്തും പ്രസാദ് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അതിനുശേഷം തന്നെ പെട്ടെന്ന് പ്രസാദ് പ്രൊമോഷനായി പോയി. നെക്സ്റ്റ് ഇയർ തന്നെ ഞാനും പ്രൊമോഷനായി. എന്റെ ഒരു അസൈൻമെന്റ് വളരെ ഡിഫിക്കൽട്ടായിട്ട് വളരെ ഫാർ ഓഫ് ആയി കണ്ണൂരും കഴിഞ്ഞുള്ള കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്തായിരുന്നു. തീരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാനങ്ങനെ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ വല്ലാത്തൊരു ഡിപ്രസ്ഡ് മൂഡിൽ ഐ യൂസ് ടു കോൾ പ്രസാദ് ടു ഗെറ്റ് എ മോറൽ സപ്പോർട്ട്. പ്രസാദ് എനിക്ക് അന്ന് തന്ന സപ്പോർട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് കിട്ടിയ പോർട്ട്ഫോളിയോ എന്താ വെച്ചാൽ അഡ്വാൻസസ് ആയിരുന്നു. അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പ്രസാദ് ചങ്ങനാശ്ശേരി റാസ്മെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളിലും പ്രസാദ് എനിക്ക് സപ്പോർട്ട് അന്ന് തന്നിരുന്നു. അതെനിക്ക് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യേണ്ടത്? ആ ഒരു 1 ഇയറാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാലിക്കറ്റിലെത്തി. ഇപ്പൊ വിനോദ് പറഞ്ഞില്ലേ, പ്രസാദ് പല ബ്രാഞ്ചിലേക്കും മാറി മാറി പോകേണ്ടി വന്നു. അതിന്റെ കാരണം ഞാൻ തന്നെയാണ്. പ്രസാദ് വളരെ കംഫർട്ടബിൾ ആയി കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഇരുന്ന സമയത്ത് അയാളെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എന്നെ ആ പോസ്റ്റിലേക്ക് ഇട്ടത്. അതോടുകൂടി പ്രസാദിന്റെ നല്ല കാലമോ ചീത്ത കാലമോ എനിക്കറിയില്ല. ബിക്കോസ് പ്രസാദ് എന്ത് അസൈൻമെന്റ് കിട്ടിയാലും വളരെ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ്. കൂടുതൽ എന്ത് വികാര വിശുദ്ധനാവുമ്പോൾ പ്രസാദിന്റെ മുഖം ചിരി കൂടുതലായാലും ചുമന്നു വരും, ദേഷ്യം പിടിച്ചാലും ചുമന്നു വരും. അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ഷനിൽ ഞാൻ എത്തിയ സമയത്ത് എനിക്ക് തീരെ പരിചയം ഇതുവരെ ഹാൻഡിൽ ചെയ്യാത്ത ഒരു സെക്ഷനായിരുന്നു. അന്ന് എനിക്ക് പ്രസാദ് വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്ത ഒരു സ്ഥലത്ത് ഞാൻ വന്ന് കൊളാക്കോ എന്നുള്ള ഒരു പേടി ആർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ പ്രസാദിന്റെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം തന്നെ എനിക്ക് വളരെ ഭംഗിയായി അവിടെയും എനിക്ക് എന്റെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഒരുവിധം പേരുകളൊന്നും ഉണ്ടാക്കാതെ തന്നെ എനിക്ക് റിട്ടയർ ചെയ്യാൻ പറ്റി. ഇതിനൊക്കെ എനിക്ക് എപ്പോഴും നന്ദി പറയാനുള്ളത് പ്രസാദിനാണ്. പിന്നെ മക്കളെ പറ്റി പറയാന്ന് വെച്ചാൽ 98 ഞാൻ ജോയിൻ ചെയ്ത ആ സമയത്ത് തന്നെ അർജുൻ വിഷ്ണു പ്രസാദ് എന്നുള്ള പേര് എപ്പോഴും പേപ്പറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ തലശ്ശേരി ബ്രാഞ്ചിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്ത് കാലിക്കറ്റിലെത്തുന്നത്. അതായത് എനിക്ക് ആരെയും പറ്റി കൂടുതൽ വിവരമില്ല. പക്ഷെ എല്ലാവരും പറയും ഇത് വിഷ്ണു, നമ്മുടെ ഹരിപ്രസാദിന്റെ മക്കളാ ഇവര്. അപ്പൊ അങ്ങനെയാണ് ഈ കുട്ടികളെ പറ്റി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ പ്രസാദ് വൈകുന്നേരം കുട്ടികളെ ട്രെയിനിങ് പ്രമാണിച്ച് കോച്ചിങ്ങിന് പോയി കൊതുകടി കൊള്ളുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ ഇത്രയും ഇങ്ങനെ ആക്കി വരുന്നത്. അതൊക്കെ പറഞ്ഞ് അതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഷെയർ ചെയ്യാനുള്ള സമയം സന്ദർഭമൊന്നുമില്ല. എനിവേ പ്രസാദ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രസാദിന് ഒരിക്കലും ഒരു ഐഡിയൽ റിട്ടയർഡ് ലൈഫ് ഉണ്ടാവില്ല എന്ന് 100% ഷുവറാണ്. ബിക്കോസ് ഹി ഈസ് സച്ച് ആൻ എനർജറ്റിക് ആൻഡ് ആക്റ്റീവ് മാൻ ഇൻ എവറി ഫീൽഡ്. പിന്നെ സ്പോർട്സിൽ പറയാന്ന് വെച്ചാൽ വെറ്ററൻ എന്തൊക്കെയോ മീറ്റിലൊക്കെ ബാഡ്മിന്റൺ തന്നെ കിട്ടിയതും അറിഞ്ഞിരുന്നു. എനിവേ ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് ഹെൽത്തി റിട്ടയർമെന്റ് ആൻഡ് വിഷ് ഓൾ ദ
happiness to his family members also. Thank you. താങ്ക് യു മാഡം. ആശംസകൾ നേരെ ഇനിയും ശ്രമിക്കുന്നു. ഏതായാലും സാറിന്റെ പ്രസാദാത്മകമായ മുഖത്തെക്കുറിച്ച് എല്ലാവരും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വരിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഹി ഹാസ് മോർ ഫേസ് ടു വാഷ് ആൻഡ് ലെസ് ഹെയർ ടു കോം ആൻഡ് ഹി ഈസ് സോ വൈസ്. Now, when a man retires, his wife gets a full-time husband with half his income. Of course, കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം കഴിയാനുള്ള അവസരം ഹരിസാറിന് ലഭിക്കുമെന്ന് എന്നത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. തന്റെ ഔദ്യോഗിക ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത് കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ്. ഹരിസാർ is really a benevolent boss. At the same time, he was very supportive to his superiors also. അങ്ങനെയാകാൻ ഹരിസാറിന് സാധിച്ചത് സുജാത മാഡത്തിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇന്നു മുതൽ അവർക്ക് ഇരുവർക്കും വർഷം മുഴുവൻ 365 ഞായറാഴ്ചകൾ എല്ലാ വർഷവും ലഭിക്കും എന്ന സന്തോഷകരമായ കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ അവസരത്തിൽ സുജാത മാഡത്തിന് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കാതോർക്കാം. പ്ലീസ് കം. Good evening. First of all, ഞാൻ എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക്ഫുൾ ആണ്, വളരെയധികം താങ്ക്ഫുൾ ആണ് ഫോർ മേക്കിംഗ് ദിസ് ഈവനിങ് എ വെരി മെമ്മറബിൾ വൺ. ഒന്നാമത് ഫെയർവെൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വിഷമം തന്നെയാണ്, അറിയാതെ ആ ഇമോഷൻ എനിക്കും വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെ എല്ലാവരും ധാരാളം സംസാരിച്ച് നല്ല വാക്കുകൾ കൊണ്ട് മനസ്സ് നിറച്ച്, അത് കാരണം അത് ഒരു മെമ്മറബിളാക്കി മാറ്റി നിങ്ങളെല്ലാവരും. പിന്നെ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാല് ഒരുപാട് റിലാക്സിങ് ആയിട്ടൊക്കെ സമയം കിട്ടും. ആരും വിഷമിക്കേണ്ട, ഇഷ്ടംപോലെ പണിയുണ്ട് വീട്ടില്. വിഷമം വേണ്ട, കാരണം ഇതുവരെ അങ്ങനെ ഒരു ദിവസം കിട്ടാറില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു ദിസ് ഗ്രേറ്റ് ഓർഗനൈസേഷൻ SBI. ഞങ്ങളെ മക്കളെ നന്നായി വളർത്താനും എല്ലാ നേട്ടങ്ങൾ നേടാനും ഒക്കെ സാധിച്ചത് സത്യമായിട്ടും അല്ലെങ്കിൽ അതൊരു വലിയ ഒരു സത്യം തന്നെയാണ്. ഈ ഒരു ഓർഗനൈസേഷനിൽ വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ലൈഫ് ഇത്രയും എന്താ പറയാ ഫുൾഫിൽഡ് ആക്കാൻ സാധിച്ചത്. എല്ലാം കൊണ്ട് ഞാൻ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. താങ്ക് യു ഓൾ. Thank you, madam. Thank you very much. Now let us listen to our Hari sir. സുഹൃത്തായ ആ പേര് ചീഫ് മാനേജർ സന്തോഷ് സർ, ശിവശങ്കരൻ സർ, വിനോദ് ഡെലിസ്, എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരായ എൻ്റെ മറ്റു സുഹൃത്തുക്കളെ, എൻ്റെ കുടുംബ ജനങ്ങൾ, 1983 മാർച്ച് 28 സ്റ്റേറ്റ് ബാങ്ക് എന്ന സ്ഥാപനത്തിലേക്ക് കാലുവെക്കുമ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഏത് ഓപ്റ്റ് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്ത് LLBക്ക് ചേരുകയും
ഏകദേശം 2.5 വർഷത്തോളം കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യത്തെ പോസ്റ്റിംഗ് REC ബ്രാഞ്ചിലായിരുന്നു. എനിക്ക് ആകെ സ്റ്റേറ്റ് ബാങ്കിന് പരിചയം ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ ബാങ്കിൽ പോകുമ്പോൾ അമ്മയുടെ കൈ പിടിച്ച് വലിയ പ്രസ്ഥാനത്തെ കണ്ടെത്തുന്ന സമയത്താണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എന്തൊക്കെയോ വലിയ ആൾക്കാർ കൂട്ടിനുള്ളിലിരുന്ന് പണം എണ്ണെന്ന് പേടിയായിരുന്നു. എനിക്ക് 5-6 വയസ്സ് സമയത്താണ്. ആ പ്രസ്ഥാനത്തിന്റെ വാതിൽക്കലേക്ക് കടക്കുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു പേടിയായിരുന്നു. എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ജോയിൻ ചെയ്തത് പണ്ടത്തെ REC ബ്രാഞ്ചിലായിരുന്നു. ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ 10-20 ക്ലറിക്കൽ സ്റ്റാഫ്, ചീഫ് മാനേജർ, അക്കൗണ്ടന്റ്, 3 പാസിംഗ് ഓഫീസർ, 7 ഫീൽഡ് ഓഫീസർമാർ, ഓഫീസേഴ്സിനെ കൂടെ നിറഞ്ഞിരുന്നു. ബ്രാഞ്ച് REC കുട്ടികളെ കൊണ്ടും നിറഞ്ഞിരുന്നു. ചെയ്ത 1ാമത്തെ ദിവസം തന്നെ കൗണ്ടറിൽ ഇരിക്കാൻ പറഞ്ഞു. ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്തൊരു സമയത്താണ് കയറി വരുന്നത്. മുകളിൽ എന്താണോ എഴുതിയ അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതി. മുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതി. ബാലൻസ് സാധനത്തിന് കുറയ്ക്കലാണോ കൂട്ടലാണോ അതുപോലും അറിയില്ല. ആ സമയത്താണ് നമ്മളെ പപ്പേട്ടൻ വിനോദിന്റെ മാമൻ അല്ല സിസ്റ്റർ ഹസ്ബൻഡ് പപ്പേട്ടൻ എഴുതിന്റെ അക്കൗണ്ടന്റ് വൈകുന്നേരം വിളിച്ച് എനിക്ക് ഒരു 5 മിനിറ്റ് ക്ലാസ്. അപ്പോഴാണ് ശരിക്കും ബാങ്ക് എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഒരു പേടി തോന്നി തുടങ്ങിയത്. മറ്റു വളരെ കാഷ്വലായിട്ട് അവിടെ എഴുതുന്നു ഇവിടെ എഴുതുന്നു എന്തൊക്കെയോ. അങ്ങനെ ആദ്യം തന്നെയുള്ള ബ്രാഞ്ചിൽ തന്നെ പക്ഷെ വളരെ നല്ല കുറെ സ്റ്റാഫുകളും ഇപ്പോഴും അവരേക്ക് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബ്രാഞ്ചായിരുന്നു. അവിടെ നിന്നാണ് എന്നെ ആദ്യമായിട്ട് റാഗിങ്ങിന്, ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ആദ്യമായിട്ട് റാഗ് ചെയ്തത് തന്നെ അവിടെ നിന്നാണ്. അതിപ്പോ പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. 2ാമത്തെ ദിവസം എന്നോട് അവിടുത്തെ സുബ്രഹ്മണ്യൻ സാർ ഉണ്ടായിരുന്നു, ഫീൽഡ് ഓഫീസർ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പുറം പോയിട്ട് ഫീസ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ഓൺ റെയിൽവേ സ്റ്റേഷൻ എന്നൊരു സ്റ്റാഫ് ഉണ്ട്, അത് വാങ്ങി വരാൻ പറഞ്ഞു. അപ്പൊ റെയിൽവേ സ്റ്റേഷനോ ചിലപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ബാക്കറിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഇത് ഫ്രണ്ട് സൈഡ് വന്ന് അവിടെ കുട്ടികളോട് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന എന്റെ സഹപ്രവർത്തകരോട് റെയിൽവേ സ്റ്റേഷൻ ബേസ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് ഓൺ റെയിൽവേ സ്റ്റേഷൻ സ്റ്റാഫ് ഓരൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് സംഗതി ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ ഓഫീസർമാരെ തിരിച്ച് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഈ ഓഫീസർമാരെല്ലാം കൂടി എന്നെ പരിഹസിച്ചപ്പോൾ ഞാൻ അല്പം ജാളിത് എനിക്ക് അന്നേരം തോന്നി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. പക്ഷെ ആ തരം റാഗിങ്ങൾ പലപ്പോഴും സ്റ്റേറ്റ് ബാങ്കിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് നമ്മൾ വളരെ നല്ല സെൻസിലെടുത്ത് അത് ഒരു രസകരമായി മാറ്റുകയാണ് ചെയ്യാറ്. അങ്ങനെ അത് ശേഷം ഞാൻ പല ബ്രാഞ്ചുകളിലും എലത്തൂർ ബ്രാഞ്ച്, സന്തോഷ് സാർ പറഞ്ഞ എലത്തൂർ ബ്രാഞ്ച്, അതിനുശേഷം കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് എന്റെ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഉണ്ടായിരുന്നു. ഏകദേശം 236 സ്റ്റാഫ്, വളരെ എല്ലാവരും യങ്സ്റ്റേഴ്സ്. സീനിയേഴ്സിനോടൊക്കെ സംസാരിക്കാൻ പേടി. അന്നത്തെ ഒക്കെ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവരാണ് ബ്രാഞ്ചിന്റെ തപാന എന്നുള്ള രീതിയിലാണ് സംസാരിക്കുക. അപ്പൊ കുറെ ഞങ്ങൾ യങ്സ്റ്റേഴ്സ് ഒരേ ഭാഗത്തെ കുറെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിരുന്നില്ല. നല്ല അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ആർക്കും എന്തിനു വേണമെങ്കിലും, ആർട്സ് ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണ്, എല്ലാത്തിനും അവിടെ നല്ല ലൈബ്രറി ഉണ്ട്, എല്ലാം നല്ല ഫെസിലിറ്റി ആണ് ഉണ്ടായിരുന്നത് അവിടെ. അതേസമയം ഞാൻ ഇംപ്ലിമേഷൻ സെക്രട്ടറി കൂടിയായിരുന്നു ഒരു കൊല്ലം. അപ്പൊ അവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും എനിക്ക് പങ്കെടുക്കാനുള്ള സാധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ പ്രൊമോഷൻ എടുത്ത് പോകുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തിരിച്ച് അങ്ങനെ തിരിച്ചു പല ബ്രാഞ്ചിൽ വർക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് ലാസ്റ്റിൽ എത്തുന്നതാണ് ഈ മാങ്ക്ര ബ്രാഞ്ച്. ഈ മാങ്ക്ര ബ്രാഞ്ച് എത്തുന്നതിന് മുന്നേ കോഴിക്കോട് വരുന്ന എല്ലാ ബ്രാഞ്ചുകളിലും പോകാനും 1-2 ബ്രാഞ്ചിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് എനിക്കുണ്ടായി. എന്നെ ആൾക്കാർ കളിക്കുന്നത് ക്ലോസിംഗ് ചെയ്യുന്ന മാനേജർ ആണോ എന്നുള്ള ചോദ്യത്തിലാണ് എനിക്ക് വന്നത്. അതിൽ പിന്നെ എവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലോസ് ചെയ്യാമെന്ന മാനേജർ ഒരു വല്ലാത്തൊരു. അപ്പോൾ നമുക്കൊരു ഭയങ്കര അസ്വസ്ഥതയില്ല. ആദ്യം ഞാൻ മഹിളാ ബാങ്ക് നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് DGM പറഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ അവിടെ പോകണം, നിങ്ങൾ അയക്കണം. അപ്പൊ ഞാൻ നമ്മുടെ അസോസിയേഷനും പറഞ്ഞു നമ്മൾ പോയിക്കോളൂ, ബുദ്ധിമുട്ടില്ല, സുഖമായിട്ടുള്ളൂ. പക്ഷെ ആ ബ്രാഞ്ചിന്റെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മഹിളാ ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നമ്മുടെ ബാങ്കിൽ യാതൊരു ബന്ധമില്ല. വേറെ സിസ്റ്റമാണ് അവർക്കുള്ളത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 6 മാസം സന്തോഷ് സാറൊന്നും തിരിഞ്ഞു നോക്കിയില്ലെന്നു. സന്തോഷോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് LHO ഒരാളുണ്ട് ഇതിന് കോർഡിനേറ്റർ, അയാളെ വിളിച്ചാൽ മതി, വേഗം RBO കൈവഴിഞ്ഞ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അന്ന് ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും ഒരുവിധം എന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ എന്നെ അതിൽ നിന്ന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിൽ
എനിക്കും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ പ്ലാറ്റ്ഫോം വേറെയാണ്. അപ്പൊ പക്ഷെ ആ ഒരു 6 മാസത്തോളം കഴിഞ്ഞുകൊണ്ട് DGM പറഞ്ഞ ബ്രാഞ്ച് പൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ബ്രാഞ്ച് പൂട്ടി. അടുത്ത പോസ്റ്റിംഗ് വന്ന ഉടനെ തണ്ടയാട് ബാങ്ക് BM ആയിട്ട് ഒരു 6 മാസത്തേക്ക് അതും പൂട്ടി. ഇനി എന്റെ പ്രവൃത്തി കൊണ്ടാണോ ഇനി എനിക്കറിയില്ലത്. പക്ഷെ ആ ബ്രാഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അസോസിയേഷന്റെ നമ്മുടെ നേതാക്കന്മാരോട് എനിക്ക് ബ്രാഞ്ച് വേണ്ട, അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു പോസ്റ്റിംഗ് തരണം. അങ്ങനെ കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തതിനു ശേഷം എനിക്ക് 2018 ജൂണിൽ എന്നെ മാവൂർ റോഡ് ബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്തു. ആകസ്മികമായിട്ട് എന്റെ മദറിന്റെ അസുഖം വന്ന സമയത്താണ് ഈ പോസ്റ്റിംഗ് എനിക്ക് വന്നത്. എനിക്കതിൽ ഞാനിത് സർവീസിൽ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയാൻ 2 സമയത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെടാത്തതും ഒരു വിഷമം തോന്നിയ 2 ഘട്ടങ്ങളായിട്ട്. ഒന്ന്, ഞാൻ എഴുത്തൂർ ബ്രാഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ എനിക്കെതിരെ ചെയർമാൻ കംപ്ലൈന്റ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ഞാൻ വളരെ യങ്ങാണ്, എനിക്ക് തോന്നുന്നു കല്യാണം കൂടി കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുള്ള റീസൺ ബാങ്കിന്റെ ഒരു ഡിസിഷൻ സാധാരണ ക്ലർക്കായ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തതിന് ബാങ്ക് തന്നെ വളരെയധികം അന്ന് ശാസിച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നത് സമയം പോകുന്ന ഒരു എന്നാലും ഞാൻ പറയാം എന്റെ മനസ്സമാനത്തിന് വേണ്ടിയിട്ട്. നമ്മൾ പണ്ട് പെൻഷനേഴ്സിന് നമ്മൾ പെൻഷൻ കൊടുക്കുമ്പോൾ DA പ്ലസ് ബേസിക് പേ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ സമയത്ത് ഗവൺമെന്റ് ഓർഡർ ഇട്ടു റീ എംപ്ലോയിഡ് ആൾക്കാർക്ക് DA കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഒരു രാജീവ് ഗാന്ധിയുടെ സെക്യൂരിറ്റി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ബ്ലാക്ക് കാറ്റ്, അയാള് എനിക്ക് അറിയുന്ന ആളാണ്, നാട്ടുകാരനാണ്, എലത്തൂർക്കാരനാണ്. അയാള് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അയാള് ലൈഫ് സർട്ടിഫിക്കറ്റ് തന്നില്ല. ലൈഫ് സർട്ടിഫിക്കറ്റ് തരുന്ന സമയത്താണ് നമ്മൾ എംപ്ലോയിഡ് ആണോ റീ എംപ്ലോയിഡ് ആണോ എന്ന് സൈൻ ചെയ്ത് തരുന്നത്. നമ്മൾ നോട്ടീസ് രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു, രജിസ്റ്റേർഡ് മടങ്ങി. തിരിച്ച് ബ്രാഞ്ചിൽ 1-2 മാസം ഒന്നും ചെയ്തില്ല. ആ സമയത്ത് അയാളെ ഫാദറിലും എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അയാൾ ബ്രാഞ്ചിൽ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ബോംബെ എയർപോർട്ടിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ്, ഞാൻ അഡ്രസ്സ് തരാം. അയാളുടെ അഡ്രസ്സ് തന്നു, ഞാൻ അങ്ങോട്ട് അയച്ചു, അതും മടങ്ങി. കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞു. പിന്നെ അയാള് ഫാദറിലോ അവിടെ ഗോൾഡ് ലോൺ വന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്, അവരുടെ മകളുടെ അടുത്തേക്ക് പോവാണ്, എന്റെ അടുത്ത് തന്നാൽ മതി, ഞാൻ കൈയോടെ കൊടുക്കാന്ന് പറഞ്ഞു. അയാൾ അതുകൊണ്ട് പോയി 1-2 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അയാൾ പറഞ്ഞ്, അയാളുടെ പേര് സുന്ദരൻ എന്നാ. സുന്ദരത്തിന്റെ കാര്യം സുന്ദരത്തിനോട് പറഞ്ഞോട് എന്നോട് പറയേണ്ടതാണ്. ഞാനത് അതൊക്കെ മാനേജറെടുത്ത് സബ്മിറ്റ് ചെയ്തു. മാനേജർ വന്ന് കട്ട് ചെയ്തേക്കുന്നു, DA കട്ട് ചെയ്തേക്കുന്നു. അടുത്ത പ്രാവശ്യം പെൻഷൻ കൊടുക്കുമ്പോൾ DA കട്ട് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ അയാൾ കൗണ്ടറിന്റെ അടുത്ത് വന്നു, എന്തായാലും ഇതൊക്കെ വിശേഷങ്ങൾ. ഇപ്പം പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു, അയാൾ പോയി. 6 ദിവസം കഴിഞ്ഞപ്പോൾ 3 പേജിൽ ഒരു കംപ്ലൈന്റ്. 8 സ്ഥലത്ത് എന്റെ പേരുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാൻ ബാങ്കിന്റെ റൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വന്നു, എക്സ്പ്ലനേഷൻ വന്നു, എൻക്വയറി വന്നു. അപ്പോഴൊക്കെ ഞാൻ അന്ന് യൂണിയനോടൊന്നും ഇത് പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ല യൂണിയനോട് പറയണമെന്ന്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നൊരു 2 വർഷം മറ്റോ ആയുള്ളൂ. അരവിന്ദാക്ഷൻ മേനോൻ ചീഫ് മാനേജറായിരുന്നു എൻക്വയറിക്ക് വന്നത്. ആസ് എ റൂൾ ശരിക്കും നമ്മൾ ചെയ്തത് കറക്റ്റാണ്. പക്ഷേ അന്നത്തെ RM, ഇപ്പോഴത്തെ RMന്റെ പോലുമില്ല, അന്നത്തെ RM സാധാരണ ഭയങ്കര ആക്ഷനൊക്കെയാണ് വേണം. PKC രാജ എന്ന് പറഞ്ഞൊരു RM പേര്, അതായത് ബ്രാഞ്ചിൽ വന്നിട്ട് എന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്തു. എനിക്കത് ഭയങ്കര വിഷമമുണ്ടായി. എന്താ വെച്ചാൽ ഞാൻ ചെയ്തത് കറക്റ്റാണ്, ഞാൻ ചെയ്തത് മാനേജർ അഡ്വൈസോട് കൂടിയാണ്. പിന്നെ എന്തിനാണ് എന്നെ RM ഇങ്ങനെ പറയേണ്ട ആവശ്യം? അത് കഴിഞ്ഞ് അയാൾ പോയി എന്നോട് ഇമ്മീഡിയറ്റ് അയാളൊക്കെ വിളിക്കുക, സോറി പറയാം, ടെലക്സ് അയക്കുക, സോറി പറയാം, ഇമ്മീഡിയറ്റ് റിവേഴ്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ DGM പാസ് ചെയ്ത് പോകുമ്പോൾ AGM പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്. അയാൾ തിരിച്ചു വന്നു, കൊയിലാണ്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് എന്നെ സാറ്റർഡേ 2 മുതൽ 4 മണി വരെ എന്നെ അഡ്വൈസ് ചെയ്തു, നിർത്തി അഡ്വൈസ് ചെയ്തു 2 മണിക്കൂർ. ശങ്കരൻ പറഞ്ഞിട്ടൊരു DGM ആയിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായില്ല ഞാൻ എന്താ തെറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല, വളരെ മര്യാദ പോലെ ഞാൻ മുഴുവൻ കേട്ടിരുന്നു. അത് എന്നെ വളരെയധികം വിഷമമുണ്ടാക്കി. പക്ഷെ അതിനുശേഷം ഞാൻ നമ്മളെ സോണൽ ഓഫീസിൽ പോയ സമയത്ത് ഈ എൻക്വയറി നടത്തിയ ഓഫീസർ എന്നോട് പറഞ്ഞു, ഹരി ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ സൈഡിൽ ഒരു പ്രശ്നമില്ല, ഞാൻ ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ആ സമയത്ത് എന്റെ മാനേജർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അത് ഉറപ്പില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ
എനിക്ക് ഫർദർ ആയിട്ടുള്ള എൻക്വയറി ഒന്നും എൻ്റെ പേരുണ്ടാവില്ല. അതാണ് എന്നെ ആദ്യം വിഷമിച്ച കാര്യം. രണ്ടാമത് വിഷമിച്ച കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. ജൂൺ 2-ാം തീയതി ഞാൻ ജോയിൻ ചെയ്യാം, മാവൂർ റോഡ് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാൻ എനിക്ക് RP ഒന്ന് ഇൻസ്ട്രക്ഷൻ തന്നു. പക്ഷേ ജോയിൻ ചെയ്യുന്ന മൺഡേ രാവിലെ ഒരു 6:30 ആയപ്പോൾ അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള ഫോൺ വന്നു. ഞാൻ ഇമ്മീഡിയറ്റ് തന്നെ HR മാനേജറെ വിളിച്ചു. HR മാനേജർ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ് പൊസിഷൻ, എനിക്ക് ഇമ്മീഡിയറ്റ് പോകണം, അമ്മയുടെ ഹോസ്പിറ്റലൈസേഷനിലാണ്, അതുകൊണ്ട് മാനേജറെ വിളിച്ച് പറയണം, എനിക്ക് അയാളുടെ നമ്പർ അറിയില്ല. ഞാൻ പോവുകയും ചെയ്തു. 4 days കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ RBIയിൽ വന്നിട്ട് ജോയിൻ ചെയ്താൽ മതി. ഇതിനു മുമ്പേ ഞാൻ കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഇരിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ പ്രായമായതുകൊണ്ട് അമ്മയ്ക്ക് ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തുള്ള അവിടുത്തെ IGM എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഹരി ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിലെ അമ്മയുള്ളത്, ഹരിക്ക് ഇഷ്ടമുള്ള സമയത്ത് വന്നോളൂ, ഇവിടെ ഈ സീറ്റ് നോക്കാൻ വേറെ ആർക്കും പറ്റൂല, ഗവൺമെന്റ് സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു സീറ്റ്. പക്ഷെ ഞാൻ ആ സമയത്ത് ഡെയിലി ഞാൻ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഷീലയുടെ എൻ്റെ സെക്ഷനിൽ ഷീലുണ്ടായിരുന്നു. 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. അങ്ങനെ 10 ദിവസത്തോളം ഞാൻ അങ്ങനെ വന്നു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടു. പക്ഷെ അതേ IGMന് മകന് ചെറിയൊരു പനി പറഞ്ഞിട്ട് 10 ദിവസം ലീവ് എടുത്തു പോയി. എനിക്ക് അപ്പോഴാണ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇത്ര സിൻസിയർ ആവുന്നത്, ഇത്ര സിൻസിയർ ആവശ്യം എന്താണ്? അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടെ ഇൻഡിവിജ്വലായിട്ട് പ്രശ്നം വരുമ്പോൾ അവരൊക്കെ അത് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളുണ്ട്. അത് ഞാനൊരു ഇതിനെ കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം ഈ ഇഷ്യൂ ഉണ്ടായപ്പം HR മാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സാർ, യേസു പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് സന്തോഷ് സാർ, ഞാൻ അവിടെ RBIയിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂ എന്ന് സന്തോഷ് സാർ എന്നെ കണ്ടത്. ഇപ്പൊ സന്തോഷ് സാർ പറഞ്ഞു, എന്ത് പണിയോട് നീ ചെയ്തത്, നീ ഒരു ഇൻഫർമേഷൻ കൊടുക്കണ്ടേ, ഇത്ര സീനിയർ ആയിട്ടുള്ള നീ സന്തോഷ് സാറിന് മുമ്പ് ഞാൻ പറയുന്നു, എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാനിത് ഇൻഫോം ചെയ്തിട്ടുണ്ട് HR മാനേജറെ. അപ്പൊ തന്നെ സാർ HR മാനേജറെ വിളിച്ചു. എന്നിട്ട് HR മാനേജർ സാർ നിങ്ങൾ പ്രശ്നമാക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് വേറെ പോസ്റ്റിംഗ് തരാം. ഞാൻ RBIയിൽ കണ്ടു, പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്തു. പക്ഷെ അതിനുശേഷം അതിനുശേഷം ഞാൻ ലീവ് എടുത്തു, മകന്റെ കല്യാണത്തിൽ ലീവ് എടുത്തു, അമ്മ മരണപ്പെട്ടു, മകന്റെ കല്യാണത്തിൽ ലീവ് എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് അത് വന്ന് ജോയിൻ ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ലീവ് കൂടി ആവശ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാഗ്പൂർ ഇവരെ മകന്റെ കല്യാണത്തോട് വെച്ച് അവിടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2-3 ദിവസത്തെ ലീവ് ആണെന്ന് പറഞ്ഞു. രാത്രി 8:30 സന്തോഷ് സാർ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം സന്തോഷ് സാർ അങ്ങനെ ഒരു ഉദ്ദേശിച്ചിരുന്നല്ലോ വിളിക്കുന്നത്, എന്നോടുള്ള പരിചയം കൊണ്ടാണ് സന്തോഷ് സാർ വിളിച്ചത്. എന്നോട് പറഞ്ഞത് വെച്ചാൽ, ഹരി എന്താ അങ്ങനെ ലീവ് എടുക്കുന്നത്, ആറും പറയുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ മനസ്സിലായി, ആറും പറയുന്നു പറഞ്ഞാൽ സന്തോഷോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HR മാനേജർ പറയുന്നുണ്ട്. എന്റെ സർവീസിൽ ഞാൻ അനാവശ്യമായിട്ട് ഒരു ലീവ് എടുത്തില്ല. എനിക്കത് ഭയങ്കര വിഷമത്തോട്. അപ്പൊ ഞാൻ സന്തോഷോട് പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ, ഇതിന് എനിക്ക് പോയേ പറ്റൂ, ഇതിന് മോളെ നിങ്ങൾ എന്തുണ്ടെങ്കിലും ചെയ്തോളൂ, എനിക്ക് പ്രശ്നമില്ല, വന്നിട്ടല്ലേ. വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും പിന്നെ ലീവ് എടുക്കുന്നത് ഒഴിവാക്കി. ഭാര്യ ദിവസം പറയും, അല്ല നിങ്ങൾക്ക് നാളെ ലീവ് എടുത്തൂടെ. ഞാൻ ഭാര്യത്തെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തത് എപ്പോഴും ബ്രാഞ്ചിനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാര്യയോട് മാത്രം കേട്ടാൽ മതിയല്ലോ, ഇവിടെ അങ്ങനെയല്ല, എല്ലാവരോടും കേൾക്കണം. ആറുകളോട് കേൾക്കണം, HR മാനോട് കേൾക്കണം, പിന്നെ ബാക്കിയുള്ളവർ മുഴുവൻ കേൾക്കണം. അപ്പൊ ഞാൻ എപ്പോഴും പിന്നെ വളരെയധികം ശ്രദ്ധിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ ലീവ് ബാലൻസ് ധാരാളമുണ്ട്. 426 മെഡിക്കൽ ലീവ്, 8 മാസം 9 മാസം PL, അൺഎവൈൽഡ് ക്യാഷ് 38. ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്കൊരു ലീവ് എടുക്കണമെങ്കിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഞങ്ങൾ എപ്പോഴെങ്കിലാണ് ഒത്തുകൂടുന്നത്. ഒരു ദിവസത്തെ ലീവ് ഏതാന്ന് ചോദിച്ചു. ഞാനത് എരഞ്ഞിപ്പാറ ജംഗ്ഷൻ ബ്രാഞ്ചിലാണ്, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം പറഞ്ഞ അവിടെ DGM വരുന്നുണ്ട്, ഇന്ന് തരാൻ പറ്റില്ല, പിന്നീട് എടുക്കാൻ. ഇവരൊക്കെ പോയി, ഞാൻ പോയില്ല. പക്ഷെ എനിക്കൊക്കെ അതൊക്കെ ഞാൻ മനസ്സിന്റെ ഒരു കോണിൽ വെച്ച് പിന്നെ ഞാൻ മനസ്സിലാക്കി, എന്നോട് മാത്രമാണോ അത് ചെയ്യുന്നത് എല്ലാം. പിന്നെ വേറെ പല സംഗതികളുണ്ടപ്പോൾ മനസ്സിലായി, അവർക്ക് അവരുടെ കാര്യങ്ങൾ കൊടുക്കാൻ ആളുണ്ടാവില്ല. പക്ഷെ ഓരോ ബ്രാഞ്ചിലും ഓരോ വ്യക്തികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്. പ്രശ്നങ്ങളല്ല, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു ലീവ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം. ഞാൻ അതുകൊണ്ട് കേട്ട ഒരു കാര്യം കൂടെ പറയാം. നമ്മളിവിടെ 2 ബ്രാഞ്ചിലെ മാനേജേഴ്സ്, ഭാര്യയും ഭർത്താവും മാനേജേഴ്സാണ്. ഭർത്താവിന്റെ അച്ഛൻ അഡ്മിറ്റ് ചെയ്തു ICU. ലീവ് ചോദിച്ചാൽ പറഞ്ഞ് ഏതെങ്കിലും ഒരാളെ ലീവ് എടുത്താൽ മതി. ഭയങ്കര അത്ഭുതം തോന്നി എനിക്ക്. ഒരു വീട്ടില് വെളുന്തൂണായ അച്ഛൻ, നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ എന്തിനാ 2 ആളെടുത്ത് ഒരാൾ പോയിട്ട് പോകാം, അടുത്താൾക്ക് പിന്നെ വരാം.
അപ്പോൾ അവിടെ ഫാമിലിക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലേ? പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് എന്ന എല്ലാം നമ്മളെ തന്നിരിക്കുന്നത് ഫാമിലിക്ക് തന്നിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്കാണ്. അപ്പൊ ഞാൻ ഈ രണ്ട് സംഗതികൾ മാത്രം എന്റെ മനസ്സിൽ വളരെ വിഷമത്തോടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനായിട്ട് എന്നെ വിളിച്ചു മുടുകയാണ്. അത് ഞാൻ കുറ്റം പറയുന്നില്ല. അവരവരുടേത് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കണം, HR ആളെ പകരം തരാനില്ലാത്തതുകൊണ്ടായിരിക്കണം. ഇത് ഞാനിവിടെ ഈ സമ്മതത്തിൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ വിനോദ് ജോയ്സ് പറഞ്ഞ മാതിരി എനിക്കിത് എവിടെയെങ്കിലും പറഞ്ഞേ പറ്റും. വേറൊരു ഓപ്ഷൻ എനിക്കില്ല. ഇനി ഇവിടെ പടിയിറങ്ങുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നത്. അങ്ങനെ എല്ലാവരും ചുറ്റി ഇപ്പം ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പല ബ്രാഞ്ചിലും എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഈ ബ്രാഞ്ചിൽ ഉണ്ടാവില്ല ചുറ്റാൻ, എക്സെപ്റ്റ് മലപ്പുറം. അവിടെ തന്നെ പ്രൊമോഷൻ ചെയ്ത് അവിടെ മാത്രം എനിക്ക് തന്നില്ല. എത്തിപ്പെട്ടത് അവസാനം ഞാൻ മാങ്കാവ് ബ്രാഞ്ചിലാണ്. മാങ്കാവ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഞാൻ ആദ്യം വരുമ്പോൾ വളരെ എന്താ വെച്ചാൽ മർജ് ചെയ്തപ്പം SBT ബ്രാഞ്ചാണ്. എല്ലാ സ്ഥലത്തും പോലെ ഞാൻ പോയി. പക്ഷെ